തീർച്ചയായും നമ്മൾ ആ ടാക്സിൻ്റെ കാര്യം തന്നെയായിരുന്നു ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്. പല സ്ലാബുകളുണ്ട്. അതുപോലെ തന്നെ ഈ ടാക്സ് സ്ലാബുകളിൽ തന്നെ ചില മാർജിനൽ അഡീഷണൽ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടാക്സിൻ്റെ സ്ലാബ് നമുക്കറിയാവുന്നതാണ്. ആദ്യത്തെ 4 ലക്ഷം ഒഴിവാക്കുന്നു, പിന്നീടുള്ള 4 ലക്ഷത്തിനെ ഒരു നിശ്ചിത 5%, 10% അങ്ങനെ ഒരു പ്രോഗ്രസീവായൊരു ടാക്സിങ് പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടാക്സിങ് പാറ്റേൺ എന്നതിനപ്പുറം ആ ടാക്സിങ് പാറ്റേൺ തീർത്തും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനപ്പുറം ആ ടാക്സിങ് പാറ്റേണിൻ്റെ പ്രത്യേകതകൾ, എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷമായ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് 1-2 ചർച്ചകൾ നേരത്തെ പങ്കെടുത്തപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനൊരു ടാക്സ് എക്സ്പെർട്ടല്ല, പക്ഷേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പം ഈ ഇൻകത്തിൻ്റെ പരിധി, ഇൻകം ടാക്സിൻ്റെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ലാത്ത ഇൻകത്തിൻ്റെ ആദായത്തിൻ്റെ പരിധി 7 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 12 ലക്ഷം വരുമാനമുള്ള വ്യക്തികൾക്ക് ഒരു രീതിയിലുള്ള ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 12 ലക്ഷം വരെ 87A പ്രകാരമുള്ള റിബേറ്റ് ബാധകമാണ്. 12 ലക്ഷത്തിൽ കവിഞ്ഞുള്ള ആദായം അല്ലെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്ലാബിൽ നിഷ്കർഷിച്ചിട്ടുള്ള നികുതി തന്നെയാണ് അവർക്ക് ബാധകമാവുന്നത്. ഉദാഹരണമായിട്ട് ഇന്നിപ്പോൾ ചോദിച്ച് 13 ലക്ഷം ഒരാൾക്ക് വരുമാനമുണ്ടെങ്കിൽ എത്ര നികുതി കൊടുക്കേണ്ടി വരും? അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്ന നികുതി എന്ന് പറയുന്നത് 4 to 8 5%. അദ്ദേഹത്തിന് 4 ലക്ഷം വരെ നികുതി 0% നികുതിയില്ല. 4 to 8 ലക്ഷം വരെ 5%, 8 to 12 10%, 12 to 13 അല്ലെങ്കിൽ ആ 1 ലക്ഷത്തിന് 15%. അപ്പോൾ 60,000 പ്ലസ് 15 75,000 രൂപ അദ്ദേഹത്തിന് നികുതി വരുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ നികുതി ഇളവിൻ്റെ റിബേറ്റിൻ്റെ ആനുകൂല്യം 12 ലക്ഷം രൂപ വരെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഇതിന് അനുബന്ധമായിട്ട് പറയേണ്ടി വരും, ക്ലാരിഫിക്കേഷൻ. ഈ ചില ഇൻകം ഇപ്പോൾ 12,50,000 ആണെന്നുണ്ടെങ്കിൽ നികുതി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന് 12 ലക്ഷത്തിൽ കൂടുതൽ എത്രയാണോ സമ്പാദ്യമുള്ളത്, 50,000 ഉള്ളൂ. നികുതി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 55,000 ആയാൽ ഒരു മാർജിനൽ റിലീഫ് വെച്ചുകൊണ്ട് 5,000 രൂപ മാത്രം അദ്ദേഹത്തിന് നികുതി കൊടുത്താൽ മതി. അത് പൊതുവെ വരുന്ന ഒരു പരിധി എന്ന് പറയുന്നത് 12,70,000 വരെയൊക്കെ നമ്മൾ നികുതി കണക്കാക്കുമ്പോൾ നികുതിയുടെ തോത് 12 ലക്ഷത്തിനധികമായിട്ട് നിൽക്കുന്ന വരുമാനത്തിനേക്കാളും കൂടുതലായതുകൊണ്ട് അതൊരു റിലീഫായിട്ട് കൊടുക്കാനുള്ള ഒരു മാർജിനൽ റിലീഫ് എന്നുള്ള വ്യവസ്ഥയും കൂടിയിട്ടുണ്ട്. പക്ഷേ 15 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം വരുമാനമുള്ള ആൾക്കാർക്ക് ഈ സ്ലാബ് അനുസരിച്ചിട്ടുള്ള നികുതി കണക്കാക്കി അവർക്ക് കൊടുക്കേണ്ടി വരും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് ഈ 12 ലക്ഷം വരെ നികുതി കൊടുക്കേണ്ട എന്നുള്ള ഒരു വകുപ്പ് അല്ലെങ്കിൽ ഇളവ് അവർക്ക് ബാധകമല്ല. അതും വളരെ നീതിയുക്തമായ തീരുമാനം എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. എന്തെന്ന് വെച്ചാൽ 12 ലക്ഷത്തിൽ കവിഞ്ഞ് വരുമാനമുള്ള ആൾക്കാർക്ക് കൂടുതൽ നികുതിയാണ് ശരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ കൂടുതൽ വരുമാനമുള്ള ആളുകളിൽ നിന്നും കൂടുതൽ നികുതി പിരിച്ചെടുക്കുകയും സാധാരണ ഒരു 1 ലക്ഷം രൂപ വരെ സാലറിയുള്ള അല്ലെങ്കിൽ വരുമാനമുള്ള പ്രതിമാസം 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് നികുതി ബാധകമല്ലാതെ ആക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രസീവായിട്ടുള്ള നടപടിയാണ്. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇളവ് സ്പീച്ചിൽ നിർമ്മലാ സീതാരാമൻജി പറഞ്ഞത് 1 ലക്ഷം കോടിയോളം രൂപയാണ് ഈ ഇളവ് നൽകുന്നത് വഴി സർക്കാർ സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ 1 ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ട് കൂടി മൊത്തം വരുമാനം, നികുതി വരുമാനം സർക്കാരിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം, ഇപ്പോൾ മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷം നികുതി വരുമാനം 25 ലക്ഷം കോടി ആയിരുന്നെങ്കിൽ 25-26 ഈ ഇളവ് കൊടുത്തതിന് ശേഷവും നികുതി വരുമാനം സർക്കാരിൻ്റെ 3 ലക്ഷം കോടി വർദ്ധിപ്പിച്ച കണക്കാണ് പ്രതീക്ഷിക്കുന്നത്, 28 ലക്ഷം കോടി രൂപ. അപ്പം ബഡ്ജറ്റിൻ്റെ തോതിൽ വന്നിട്ടുള്ള വർധന, ഒരു 3 ലക്ഷം കോടിയാണ് ബഡ്ജറ്റിൻ്റെ തോതിൽ വന്നിട്ടുള്ള വർധന. അത് മുഴുവനായും സർക്കാരിന് സമാഹരിച്ചെടുക്കാൻ പറ്റുന്ന മേഖല
ഈ നികുതിയിൽ തന്നെയാണ്. സർക്കാർ ആ കണക്ക് വെളിവാക്കുന്നത് നമ്മുടെ ടാക്സ് കളക്ഷൻ്റെ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. മറ്റൊന്ന് രണ്ട് കണക്കുകൾ നോക്കിയാലും നമുക്ക് ആ ഒരു വസ്തുത നമുക്ക് സമ്മതിക്കേണ്ടി വരും. 2021 മൊത്തം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത ആൾക്കാരുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 5,21,00,000 5.25 കോടി ആൾക്കാരാണ് ഫയൽ ചെയ്തിരുന്നതെങ്കിൽ 2024 ജൂലൈ 31 ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി. അപ്പോൾ ഫയൽ ചെയ്ത നമ്പർ ഓഫ് റിട്ടേൺസ് നമ്മുടെ മുമ്പെയുള്ള കണക്ക് സൂചിപ്പിക്കുന്നത് ഏകദേശം 7.5 കോടി ആൾക്കാർ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നു. എന്താണ് വെളിവാക്കുന്നത്? കാരണം ഒരു 3-4 വർഷത്തിനിടയ്ക്ക് 2 കോടിയോളം ആൾക്കാർ, പെർസെൻറ്റേജ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40% ആൾക്കാർ IT റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നു എന്ന് പറയുമ്പോൾ കംപ്ലയൻസ്, ടാക്സ് കളക്ഷൻ, ടാക്സ് എഫിഷ്യൻസി കൂടി എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതേപോലെ തന്നെ പ്രതീക്ഷിച്ച അത്രയും തന്നെ വരുമാനം, സാധാരണ ഈ അടുത്ത കാലത്തൊന്നും ഞാനത് അത്രയും ഒരു തോത് കണ്ടിട്ടില്ല. ബഡ്ജറ്റിൽ പറയുന്ന തുക തന്നെയാണ് പിരിച്ചെടുക്കാൻ സാധിക്കുന്നത്.